നീ പോന്നു കുറച്ചു നേരമായി. ബിജുനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് അരയ്ക്കാൻ തേങ്ങയില്ലാന്ന് പറഞ്ഞിട്ട് ബിജുനെ കൂട്ടിട്ട് വന്നതാ. അല്ലാതെ ഇത് മൊത്തം വെട്ടി കൂട്ടിട്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും. പൊന്നോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. നീ എന്ത് വേണേ കിച്ചിക്ക്. ഇവിടെ 5-6 തെങ്ങുള്ള കാരണം എന്നെ ഇടയ്ക്കൊക്കെ കാണാൻ കിട്ടുന്നുണ്ട്. ആക്രികളെ വന്നില്ലേ? ഇല്ല. നന്നായി, അല്ലെങ്കിൽ തെങ്ങോട്ട് വെട്ടിക്കൊണ്ട് പോയനെ. ഇതിൽ നിന്ന് 3 മൂത്ത് നോക്കിട്ടെ വണ്ടി കയറ്റിക്കോ. കരിക്കെടുക്കല്ലേ? യെസ് മാഡം. ഇനിയിപ്പോ കുടിവെള്ളത്തിനെ പള്ളി കണ്ടറിന് രക്ഷ. നമ്മുടെ പലിച്ചണ്ട കണ്ടറേ പറ്റി. എടാ കായത്തോരനുണ്ട്, കഞ്ഞി കുടിച്ചു പോടാ. അയ്യോ വേണ്ട വേണ്ട, അവിടെ വീട്ടിലെ ഇന്നലെ വെച്ച കോഴി ഇരിപ്പുണ്ട്. അപ്പൊ അവിടെ ചൂടാക്കി വെച്ച് കാണാം. എടാ ബിജു, അപ്പനെങ്ങനെയുണ്ട്? ഓ അങ്ങനെ കിടക്കണോ പാപ്പച്ച? അത് പറഞ്ഞപ്പോഴാ അമ്മച്ചി ഇടയ്ക്ക് വന്ന് അനക്കി നോക്ക്, മൂപ്പര് ശ്വാസം ഉണ്ടോ. അതെ, അപ്പച്ചൻ പാമ്പിന്റെ കേസ് വല്ലതും പറഞ്ഞായിരുന്നു. എന്നാ ഓക്കെ. വെള്ളം ഒരു കൈ ഒടിഞ്ഞു. എടാ 70 വയസ്സായ നിന്റെ അപ്പനെ 3 കെട്ട് വിറക് കയറിയിട്ടായിരിക്കുന്നേ. പിന്നില്ലടാ, അവരാ തോക്ക് കൊടുക്കുന്ന ലക്ഷണമില്ല. ഇന്നലെ വന്നപ്പോ മുതല് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അല്ലല്ലോ എന്നാ കോപ്പിന് അപ്പച്ചനത്. എന്നേടൽ മാത്രല്ലേ ഉള്ളൂ, അത് അവിടെ തന്നെ ഇരിക്കുന്നത് നല്ലത്. അയ്യടാ നിനക്കത് പറയാ. അങ്ങേരെ എന്റെ മുഖത്ത് നോക്കിയേക്കാൾ കൂടുതൽ അതിലേക്കാ നോക്കിയിട്ടുള്ളത്. ദണ്ണം കാണും. ഞാൻ പോണു. പാമ്പിന്റെ കേസ് അമ്മച്ചിടൊക്കെ പറയാതിരിക്കാൻ വഴിയില്ലല്ലോ. അമ്മച്ചി കേട്ടില്ലേ, ചിക്കൻ കറി ആയിരുന്നെന്ന്. ചേമ്പരിഞ്ഞിട്ട് കൈ ചൊറിച്ചില്ലാന്ന് കുറച്ചു നേരത്തെ റീന എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളൂ. നിന്റെ അല്ല ആങ്ങളാ. തുറക്കം അങ്ങോട്ട്. എടാ അച്ചു പോലെ, ഇതിപ്പോ എത്ര ഉണ്ട്? 1 കിലോ ആണ്. 1 കിലോ കാണും. അങ്ങ് തോട്ടില്ലേ തന്നെ. ഈർക്കിൽ കുറച്ച് 600 ഗ്രാം. നീ ഇത് വെച്ചോ. പിള്ളേർക്ക് ഫ്രൂട്ട്സ് മേടിച്ചോളൂ. മറ്റേ കുരുവില്ലാത്ത മുന്തിരിങ്ങ. ഇത് 20 കിലോ ഉള്ളൂ. നീ ഇപ്പോഴും ഈ കമ്പയില് നൂലൊക്കെ നടക്കുവോ? എടാ മെഷീൻ ചൂണ്ട മേടിക്ക്. ഞാനിപ്പോ അതല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ നല്ല മീൻ വെള്ളം കിട്ടുവാണെങ്കിൽ വിളിക്കും. കുറച്ചുകൂടെ അപ് ടു ഡേറ്റ് ആവട്ടെടാ. 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വക ജീവികളെ കുറിച്ച് കറി വെക്കാൻ കൊണ്ടുവരരുത്. 7 മണിക്ക് കേറിയതാ. അമ്മക്ക് തിന്നായിരുന്നാ പോരെ, എല്ലാം കൂടി വാരി വലിച്ച് തിന്നേം ചെയ്യുന്നിട്ട് നിക്കടാ. പിന്നീട് ഉപ്പ് നോക്കണ്ടേ, ഉണ്ടാക്കിയാ മാത്രം മതിയോ? പിന്നെ ഒറ്റപ്പിഞ്ഞാണം കറി എടുത്ത് നിന്നിട്ടല്ലേ എല്ലാരും ഉപ്പ് നോക്കുന്നത്. എടി നിന്റെയൊക്കെ വയറേ തന്തയുടെ പോലെ എന്ന് പറഞ്ഞേ ബാക്കിയുള്ളവന്റെ വയറ്റിന് പിടിക്കണ്ടേ? മുതുബോധരൊക്കെ കൊണ്ട് പോയതോ. എന്തിനേം പിടിച്ചുകൊണ്ടാണോ വരുന്നത്? അല്ലങ്ങോട്ടാ മതി ഭംഗി നോക്കിയത്. ഉരി വെച്ചേ പൊരാത്തിന്റെ വെള്ളേ. ഡി ഫോൺ മാറ്റി വെച്ചേ. റിസൾട്ട് നോക്കണ പേരും പറഞ്ഞേ റീല് നോക്കുവാന്ന് പറയേയില്ല. ഓ എന്റെ അമ്മ 1/2 മണിക്കൂറും കൂടെ ഉള്ളു സൈറ്റിൽ റിസൾട്ട് വരാൻ. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ടും വയ്യോ. ഞാൻ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ. പരീക്ഷ സമയത്തെ റിലാക്സേഷൻ കൂടിയിട്ട് ഇപ്പേ ടെൻഷൻ. എടാ തേങ്ങ മൊത്തറിയിക്കോ. റീനെ കല്ല് ഇറക്കുമ്പോ ഉപ്പും ചാരം കൂട്ടിക്കോ. കൈ നിൽക്കത്തില്ലേ, ചൂണ്ടേന്ന് ഊരാൻ തന്നെ വിളച്ചിലായിരുന്നു. അതിനെ കുറിച്ചൊന്നും പറയാണ്ടിരിക്കും നല്ലത്. എടി നമ്മുടെ ലിസിയുടെ കടമുറി പണയാൻ വേണ്ടി വന്ന ബംഗാളി പിള്ളേരില്ലേ, അവന്മാര് വെളുപ്പാകാലത്തെ കണ്ടു പോയി തുടങ്ങിയതാ. ഞാൻ ചെല്ലുമ്പോ ഏറെയും തീർന്ന് മുളയും തൂക്കി വായും പൊളിച്ച് മേപ്പോട്ട് തൂക്കി ഇരിപ്പുണ്ട്. അവന്മാർക്ക് അറിയാവോ നമ്മുടെ നാട്ടിലെ മീന്റെ ചാട്ടം. കിട്ടിയ പ്രണ്ടന അവന്മാർക്കും കൊടുത്ത് പാവങ്ങള്. എടി സത്യാടി. ചേട്ടായി ലില്ലിമേനെ അപ്പച്ചനെ നേരിട്ട് പോയി വിളിച്ചില്ലെങ്കിൽ പിന്നെ അത് മതി കേട്ടോ മുഖം കറുപ്പിക്കാൻ. ഓ കാലത്തൊരു ഓട്ടം ഉണ്ടല്ലോ. നീ ഒരു 11 മണി കഴിയുമ്പോഴത്തേക്കും നേരെ തറവാട്ടിലേക്ക് വിട്ടോ. തങ്ങച്ചൊരു ഓട്ടം ഉണ്ടല്ലോ, അത് വിളിച്ചോ. പൈസ അല്ലേ കയ്യില്? എന്നാ തരാനുണ്ടോ? അല്ല നിന്റെ കയ്യിൽ കാണുമല്ലോ. പുഴുങ്ങാനുള്ള മോള് കൊണ്ടുവരും. ടൈം ആയല്ലോ. സൈറ്റ് ഓപ്പൺ ആയോ? ഇല്ലേച്ചി ഡൗണാ. അക്ഷയയിലേക്ക് പോവാതിരിക്കുന്ന നല്ലത്. പാപ്പച്ചന്റെ വണ്ടിക്ക് നല്ല പുള്ളിങ്ങാ നാട്ടുകാർ പറയണത് വെറുതെ അല്ല അല്ലേ? സ്വന്തം മക്കളോട് വരെ നിങ്ങളും. എടാ നിനക്ക് ഡ്രൈവും പഠിക്കണ്ടേ? എന്നാ മര്യാദക്ക് കയറിയിരുന്നോ. പണിയെടുക്കാൻ പറ്റാത്തോണ്ടാ, അല്ലെങ്കിൽ നിന്നെ പണ്ടേ വേണ്ടെന്ന് വെച്ചേനെ. ഹലോ, എത്ര A+ ഉണ്ട്? 2? നീ ഇപ്പൊ ഫോൺ വെച്ചോ, വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ. അല്ല പാപ്പച്ച, നിന്റെ മൂത്ത പെങ്കൊച്ച് 10ാം ക്ലാസ്സിലായിരുന്നു, അവളുടെ എന്തായി? ഞാനത് പറയാൻ മറന്നുപോയി. അവക്ക് മൊത്തത്തിൽ A+. മൊത്തത്തിൽ A+? അതെ അതെ. അല്ല എല്ലാത്തിനും? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നോട് ആരും പറയാ ഞാൻ. അയ്യോ ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു നടക്കുവാണോ? അതൊക്കെ അല്പത്തരല്ലേ. അല്ല ഈ എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് A+. മുഴുവനായിട്ടും. ശരിക്കും എന്റെ അമ്മച്ചിയാണ് സത്യം. തലക്ക് പിടിച്ച ഓണ ഇടുന്നുണ്ട്. ദിവസത്തെ നിന്റെ റീൽസ് ഉണ്ടാക്കണതിന്റെ ഗുണം കണ്ടില്ലേ? 4 B+, 3 A, 2 B. നിനക്കവിടെ മലമറിക്കുന്ന പണിയായിരുന്നല്ലോ. ഫോൺ എടുത്ത് മാറ്റി. എനിക്ക് മാത്രമല്ല അങ്ങനെ, രേഷ്മയ്ക്ക് എഡ്വിനല്ല ഇങ്ങനെയല്ല റിസൾട്ട്. ഓ രേഷ്മയുടെ വീട്ടിലാണല്ലോ നീ നിൽക്കുന്നത്.
ഓ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ ചോദിച്ചു കൊല്ലും. മാർക്ക് എത്രയായി, എത്ര A+ ഉണ്ട്? ഓ എന്റെ കർത്താവേ, ഒരു ചാക്കുണ്ടല്ലോ പറയാൻ. പരീക്ഷയല്ലേ, തോക്കും ജയിക്കും അല്ലേ മോനെ? നീ ചോദിക്കുന്നവരോടൊക്കെ അങ്ങനെ പറഞ്ഞാ മതി. പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ അപ്പൻ ചാക്ക് കണക്കല്ല മാർഗം കൊണ്ട് വന്നിരിക്കുന്നത്. അയ്യോ, ആഹാ ഷട്ടക്കൂരിയല്ലോ. ഇനിയിപ്പൊ അരിയുണ്ട തീർന്നവര് ഇവിടെ തന്നെ നിക്കാനായിരിക്കും പ്ലാൻ. അവൻ കഴിക്കട്ടെ, അത് അവർക്ക് തന്നെ ഉണ്ടാക്കിയതല്ലേ. മോൻ കഴിച്ചോ? അമ്മേ, നിങ്ങക്ക് ഉള്ള വണ്ടി വന്ന്. നീ എന്താ ഉടുപ്പൊന്നുമില്ലാണ്ട് നീ വരുന്നില്ലേ? ഓ, ഞാൻ വന്നില്ല. ഓ ലൈസൻസോ അത് ഞാൻ പുറകെ നീയാ? ഞാൻ എടുത്തിട്ടില്ല. എന്നെ കണ്ട കാര്യമൊന്നുമില്ല, സാറിന്റെ അടുത്തോട്ടില്ല. ചെല്ലു ചെല്ലു. സാറ് കാര്യമായിട്ട് എന്താ എഴുതിക്കൊണ്ടിരിക്കുക. നമുക്ക് പതുക്കെ തള്ളി പോവാം. സാറേ, അച്ഛൻ സാർ, ഞാൻ ഒന്ന് കളിക്ക് ഒന്ന് നിന്ന് നിൽക്കണേ. ആ ആ നിർത്ത് നിർത്ത്, അങ്ങോട്ട് നീക്കരുത്. അവൻ്റെ അനിയത്തി കുഞ്ഞമ്മേ അങ്ങോട്ട്. ആ ആ നിർത്തിക്കേ നിർത്തിക്കേ, ഇങ്ങോട്ട് വാ. ഞാൻ കാര്യം പറഞ്ഞിട്ട് വരാം. നടന്നേ സാറേ, ഇന്ന് വെള്ളം തോന്നുന്നുണ്ട്. എന്താടോ രാവിലെ തന്നെ ബാക്കി കയറ്റി എടുത്ത് പിന്നെ നോക്കാം. ഇന്നലെ വൈകിട്ട് അടുത്ത് നമസ്കാരം സാറേ. സുഖല്ലേ? കാക്കിയില്ലല്ലോ. സാറേ, കൊച്ചിന്റെ ആദ്യ കുർബാനയ്ക്ക് കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചിട്ട് വന്ന വഴിയാ. അപ്പൊ കാക്കി വേണ്ടെന്നാണോ? അപ്പന്റെ മനസ്സിൽ കിടന്ന ആളാന്നോടാ. അവന്റെ ലുങ്കിയും ടീഷർട്ടും തൊപ്പിയും. ആഹാ, പാപ്പച്ചനായിരുന്നു. ആ, കെട്ടിയോളുണ്ടല്ലോ. ടൂർ വല്ലതും പോയതാണോ? ആഹാ, ജെയിംസിന്റെ പരിചയക്കാരനാണോ? പിന്നെ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് അല്ലേ. സാറേ, ഇവനെ ഞങ്ങൾ വിട്ടാരെ വേണോണ്ട. അപ്പൊ പിന്നെ ഈ നിൽക്കുന്നവന്മാരൊക്കെ വെറും ഉണ്ടാക്കന്മാരാവില്ല സാറേ. എനിക്ക് ഒരു സാറന്മാരുടെയും ഒരു ഔദാര്യവും വേണ്ട. ഞങ്ങൾ ഡ്രൈവർമാര് പാവങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാ. അതെ, യൂണിഫോമില്ലാതെ വണ്ടി ഓടിച്ചവനാ സാറിനോട് പിടിച്ചെത്തിയത്. അല്ലാതെ സാറേ, നേര് പറഞ്ഞ ഞാൻ ഈ കാക്കിയിടൽ കുറവാ. പ്രത്യേകിച്ച് എന്റെ പെണ്ണും പിള്ളയ്ക്ക് വലിയ താല്പര്യമില്ല. അവരുടെ സന്തോഷമാണല്ലോ സാറേ നമ്മുടെ സന്തോഷം. കണ്ടില്ലേ സാറേ ചേച്ചി? അതെന്തോടോ അങ്ങനെ? എല്ലാരും സാറിനെ പോലെ അല്ലല്ലോ. ചില കൂറുകളും ഉണ്ടല്ലോ ഈ കാക്കിയുടെ വില കളയാൻ. സാറേ, റസീദ് ഒന്ന് എഴുതരാം. എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. നിന്ന് ഷോ ഇറക്കാതെ പെറ്റി അടിച്ചിട്ട് പോടാ. സാറേ, ലൈസൻസ് കൊണ്ട് അപ്പ കൊടുത്തു വിട്ടാ മതി. കുരിച്ചിട്ടു എന്നാ കൊച്ചിനെ വിളിച്ചു. മോളെ, ആ ചായ ആയിട്ടിങ്ങ് പോരെ. അങ്ങോട്ട് കൊടുക്കും മോളെ. ഇടിയൻ ജെയിംസ് എന്ന് ഭാവിയിൽ പേരെടുക്കാൻ പോകുന്ന മാമലക്കുന്നിലെ ആദ്യത്തെ പോലീസുകാരനാ. PSC വഴി ആദ്യം. അതെ, പീസിയാ. ഇതിനോടെ ഒരു ഭാഗ്യേ. ഇത് പോലീസ് ജീപ്പി ടൂറിന് പോവാല്ലോ. എടി നല്ല സിമ്പിളും ചെക്കനല്ലേ. എനിക്കൊന്നും വേണ്ട ആ ഭാഗ്യം. ഒരു കൊപ്പത്തലയും പോലീസും കണ്ടേച്ചാലും മതി. കാക്കി ഇട്ടവർ എനിക്ക് പണ്ടേ ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ഒരു കുറത്ത് കൊണ്ടേ എടി ഒന്ന് പതുക്കെ പറ, അവര് കേൾക്കും. കാര്യമാക്കണ്ട, കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു. പൈതലല്ലേ അല്ലേ. എനിക്ക് വേറൊരു പെണ്ണ് കാണലിലൂടെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് എനിക്ക് തന്നെ ഒന്ന് കാണണം. ഒന്നും വിചാരിക്കരുത്, ആദ്യമായിട്ടാണേ. അതെ, ആദ്യമായിട്ടാ. എത്ര പോയി? നല്ല കൂട്ടുകാര് പോലീസിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില ഗുണങ്ങളുണ്ട്. അമ്മ അങ്ങനെ കെട്ടായിരുന്ന നന്നായി. ആർക്ക് നന്നായി? അവന്, അല്ലാണ്ട് ആർക്ക്? അയ്യോ, അമ്മേ, നോക്കിയേ ഫോട്ടോ. ചാച്ചാ, വണ്ടി എടുത്തേ. ആഹാ, അങ്ങനെയാ പഠിക്കുന്ന പിള്ളേര്. അല്ലാതെ നിന്നെ പോലെ മൂന്ന് പൊട്ടിയവരല്ല. അവരൊക്കെ പഠിക്കാനാ പോകുന്നു. അതെന്റെ ഫോട്ടോ അമ്മേ. അത് ശരി, തോറ്റവർക്ക് ഫ്ലെക്സ് വെക്കോ? അയ്യോ അമ്മ, ചാച്ചാ അതെന്റെ ഫോട്ടോയിൽ ഇങ്ങനെ 10A+. ഈശോയെ, എനിക്കറിയാം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്റെ മോള് വല്ല അന്തസ്സായി തോറ്റതാണല്ലോ. ആ ഫോൺ എടുക്ക്. ആ, ലൗഡ് സ്പീക്കറിലോട്ട്. ഹലോ ഹലോ, ആരാണെങ്കിലും വേറെ വണ്ടി വിളിച്ചു, ഞാൻ ബിസിയാ. കവലെ കണ്ടില്ലേ? കണ്ടില്ലേന്ന് അത് നിന്ന്. ആ, എന്നാ മറ്റേ ഫുൾ A+ന്റെ ഫ്ലെക്സ്. അത് ഞാനാ ഫോട്ടോ കൊടുത്തത്. ആ, ഓക്കെ, സവാഷ്. പിന്നെ വായനശാലക്കാരൊക്കെ ആദരിക്കണമെന്ന് പറയണ്ട. റിയലി റിയലി വെരി ഗുഡ് വെരി ഗുഡ്. നീ എവിടെ? ഞാനിവിടെ ഗ്രൗണ്ടിലുണ്ട്. ആ, നീ അവിടെ തന്നെ നിൽക്ക്. ഞാനിപ്പോ അങ്ങോട്ട് വരാം. എവിടെ പോവല്ലേ? എന്താ ശാന വല്ല ഓട്ടാണോ? മിക്കവാറും വേണ്ടി വരും. ശരിടാ. പിള്ളേരൊക്കെ നല്ല അടിപൊളി കളിയാ. ഞാൻ ചെറുതി ഒരു ഗോൾ അടിക്കുക. ഡാ, ആനപ്പ, ഇങ്ങ് വന്നേ. ഫ്ലെക്സിന്റെ പണി ഏറ്റു. മറികെ എന്റെ ബ്ലൂ അനാർക്കലി ചുരിദാറിന്റെ ഫോട്ടോ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയേ? ഏത് ഫോട്ടോ? അവിടെ ഫ്ലെക്സ് അടിച്ചു വെച്ചല്ല അത്. ഓ, അത് ഇഷ്ടമുള്ളവരുടെ ഫോട്ടോ മാത്രമല്ല, വേണ്ടി വന്ന അവരുടെ മനസ്സ് പഠിച്ചു പറ്റും. അങ്ങനെയാ കാമുകന്മാര്. അയ്യോ, കണ്ടാലും മതി ഒരു കാമുകൻ. എവിടുന്ന് പഠിച്ച ഡയലോഗായിട്ട് വന്നേക്കാവൻ. എന്തായാലും നീ നാറ്റിച്ചു കൊടുക്കുമ്പോ നല്ലൊരു ഫോട്ടോ കൊടുത്തൂടെ?
ഒരു വാട്ടർ ചായ കുടിക്കാനുള്ള സമയമുണ്ട്. നീ ആ കൊല ഇറക്കി. ആശാനെ, ആ, ഞാൻ സെക്കൻഡ് ഇട്ടിട്ട് വണ്ടി ഇറക്കിടത്താം. നിനക്കപ്പോ ചായ കുടിക്കണ്ടേ? എന്നാ സ്റ്റാർട്ട് ചെയ്യണ്ട, ക്ലച്ച് ചവിട്ടി ഇറക്കിയാൽ മതി. ഇയാളെ എന്ത് ആശാനാണ്? പേരിച്ചോട്ടൊരു ചായ. ആ ജോക്കട്ടെ, എന്തൊക്കെയാ? എടാ പാപ്പച്ച, നിന്റെ വീട്ടിലെ കീരിയുടെ പല്ലോ മുള്ളമ്മന്നിയുടെ മുള്ളോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഒന്ന് കാണിക്കൂ പാപ്പച്ച. ആനക്കൊമ്പൊന്നും അല്ലല്ലോ, എന്തെങ്കിലും ഉണ്ട് എടുത്തു കൊടുക്കുക പാപ്പച്ച. അവൻ പഴച്ചു പോട്ടെന്നേ. എടോ താനത് കോ പറഞ്ഞിട്ടാ, കാലം മാറി. ഇവനെ പോലെ തലയിൽ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് കണ്ട മദാമി സാഹിബിനെ പറ്റിക്കുന്ന പോലെ അല്ല. ഈ പാപ്പച്ചന്റെ അപ്പൻ മീശമാത്തൻ പണ്ട് ആന്റണി സർക്കാർ ചാരായി നിർത്തലാക്കിയപ്പോ ഒതുങ്ങി പോയോണ്ടാ. അല്ലെങ്കിൽ ഈ മേശപ്പുറത്ത് കാണാറുന്നു ആനക്കൊമ്പും പുലിത്തോലും ഒക്കെ. സംശയം ഉണ്ടെങ്കിൽ മീശോട് ചോദിച്ചു നോക്ക്. 1-ാം ക്ലാസ് പോലെ ഒന്നിച്ച് പഠിച്ചോളാം അവര്. എത്രാം ക്ലാസ് വരെ? 1ഉം 2ഉം. ചായക്കടയിലാണോ 1-ന്റെയും 2ന്റെയും കഥ പറയുന്നത്? സാറേ ഞാൻ ചുമ്മാ ചവിട്ടണ ഞാൻ കണ്ടു. പൊതുവടത്തിലാണോ പുകവലി? തരട്ടെ ഒരു പെട്ടി. ആ, ഒരു പഴംപൊരി എടുക്ക പൈലി. ജെയിംസ് സാറേ. ആഹാ, പാപ്പച്ചനായിരുന്നു. കണ്ടില്ലായിരുന്നു കേട്ടോ. എടാ, നാട്ടുകാർ പറയുന്നുണ്ട് നീ ഇപ്പം ജിറാഫിനിട്ടും ആനക്കിട്ടും ഒക്കെ ഭയങ്കര വെടിയാന്ന്. അങ്ങനൊന്നും ഇല്ലെന്ന് നാട്ടുകാര് ചുമ്മാ. അപ്പൻ കാട്ടുമരം കയറി എന്റെ പാട് അകന്തോടെ കാണും. അത് അപ്പന്റെ എന്ന് പറഞ്ഞ മോൻ മുണ്ടും പൊക്കിക്കൊണ്ട് നടന്ന തുള വീണ ചട്ടി നാട്ടുകാർ കാണുമെന്നല്ലാതെ. അല്ല പാപ്പച്ച, നീ ജീവിതത്തിൽ ഇന്നേ വരെ കാട്ടുമൃഗത്തിനെ വല്ലതും കണ്ടിട്ടുണ്ടോ? ചത്തതിനെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച പള്ളിയിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് കാഴ്ചകൊള്ളാലേക്ക്. നീയും പോരെ? കാണിച്ചാടാ കല്ല് കഴിക്കും. എന്തൊരു അപമാനം. പാപ്പത്തിന് ഇരുത്തി കൊല്ലുക. എടാ പാപ്പച്ച, ഈ ജെയിംസ് ഒരു ദിവസം പള്ളിമുറ്റത്ത് വെച്ച് പറയുക, നീ ഒന്നും ഒരു മരമാക്കരെയും കണ്ടിട്ടില്ലെന്ന്. ഈ പിള്ളേരുടെയൊക്കെ ഇഞ്ചോടി ഉണ്ടല്ലോ ഈ ചെവറിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ആനയും പോത്തനെയും കടുവേനും ഒക്കെ ഏർഗൻ വെച്ച് വെടിയാന്ന് ഞാൻ വിശ്വസിച്ചില്ല. കുറഞ്ഞായാലോ നീ കൂടി എനിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. പാപ്പച്ചൻ 4 വയസ്സായപ്പോ ചോന്നിട്ടുണ്ട്. നീ പറഞ്ഞ ഏർക്കണല്ല, ഇരട്ടക്കൊഴല്. തീറ്റിക്കും നിന്നേക്ക് എന്റെ ഈ കൈ കൊണ്ട് വീഴ്ത്തിയത്. ആ ഇറങ്ങിപ്പോയ നാറിയോടും പറഞ്ഞേക്ക്. തിന്നാൻ ചങ്കൂറ്റുള്ളവർക്ക് അന്ന് വരാം. ഞാൻ വരും. പക്ഷെ എല്ലാ കഴിഞ്ഞ ആഴ്ച നമ്മുടെ റേഷൻ കടയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി നടത്തിയായിരുന്നോ? 1 അല്ല 2 പ്രാവശ്യം. എടാ നീയും കാത്തിരുന്നോ ഞാൻ വെടിവെച്ചു തന്നെ. ആ, ഇത് തന്നെ പാപ്പച്ച വായനശാലയിലും പറഞ്ഞത്. താനും പാപ്പച്ച ചായ. ദേ അവന്റെ അണ്ണാക്കിലേക്ക് ഒഴിക്കും. ഇവനേക്ക് എന്റെ അളിയ, നാട്ടുകാർ വല്ലതും പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെ തകരാവോ? കാം അളിയ, കാം. പിന്നെ ആ പാമ്പുടുത്തം അളിയന് കുറച്ച് നാണക്കാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബിൽക്കുൽ. അല്ലെങ്കിലും അപ്പനുള്ളപ്പോ അളിയന്റെ മാസം ഒന്നും ഏക്കുകയല്ല. അല്ലളിയ, ഇത്രയും കാലം യുവമാരോട് നടന്നിട്ട് അളിയും പഠിച്ചു ഹിന്ദി. ആയി ശരി. അപ്പൊ ഞാൻ ഹിന്ദി പഠിക്കാത്തതാണോ പ്രശ്നം, അതോ നാട്ടുകാർ അളിയനിട്ട് പണിയുന്നതാണോ പ്രശ്നം? മൊത്തത്തിൽ പ്രശ്നമാണ്. ആ, അതാ ഞാൻ പറഞ്ഞത്. അളിയൻ ഈ നാട്ടിലെ വെടിവെപ്പൊക്കെ നിർത്തിയിട്ട് കാട്ടിലോട്ട് കയറാം. വെടിവെക്കാൻ കാടാ ബെസ്റ്റ്. ദേ ഇന്ന് വരെ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് അളിയനെയോ അപ്പനെയോ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെന്റെ വലിയൊരു ആഗ്രഹമാണ്. ഒരു മ്ലാവിന്റെ കൊമ്പ്. അളിയൻ വിചാരിച്ചാൽ നടക്കും. ഇത്തിരി ഉണക്കാനും പിന്നെ തലച്ചോറ് കുരുമുളകും തേങ്ങാ കൊത്തിട്ട് വരട്ടാനും നല്ല രുചിയാ. കഴിച്ചിട്ടില്ല? നീ എന്താടാ കൊച്ചിന്റെ ആദൂർബാനം പറയാൻ വന്നതാ, അതേ ഇങ്ങനൊരു ദണ്ണം പറയാൻ വന്നതാ? എന്തോന്ന് തന്നു. ഞാൻ പോവാ. പിന്നെ പിള്ളേരെ കൊണ്ട് നേരത്തെ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട, തലേദിവസം വന്നാൽ മതി. അതേടെന്നറി, ഞാൻ വരുന്നില്ല. എനിക്കെന്റെ കുടുംബത്തോട്ട് വരാമല്ലോ. ദാ ഇരിക്കുന്നാണ്ടാ കൊച്ചിനുള്ള സമ്മാനവാ. 6 അടുത്ത് നിങ്ങാണ്ട് 350 രൂപയ്ക്ക് വാങ്ങിച്ചതാ. ആക്രിയ വർക്കിംഗ് കണ്ടീഷനാ. മനസ്സിലായി? നിനക്കത് തന്നെ വേണം. നിന്റെ അല്ലേ കെട്ടിയോ, നിനക്കും അത് തന്നെ വേണം. ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച പുതിയ കടവാ, അതും ചവിട്ടി ചാക്കി കെട്ടിയാ. ഏത് ഇതോ? ആ, നിന്നെ ആരാണ് സെക്കൻഡ്സ് ഒന്ന് പറ്റിച്ചതാ? പോടുന്നു. എന്ത് കണ്ടാലും ചവിട്ടി ചാക്കി കയറ്റും. അത് പണ്ടേ ഉള്ളൊരു ശീലമാ. പറ്റാത്ത ഇവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ ഇറങ്ങുക. അല്ലയാ, മറ്റേ കൊമ്പിന്റെ കാര്യം. അതെ പാപ്പച്ച, ഇത് വല്ലതും നടക്കുവോ? അതോ അവറാച്ചന്റെ കിങ്ങിണി പൂച്ച ചത്ത പോലെ ആകുവോ? എന്നാ? ഓ, ഈ വട്ടത്തിൽ വീഴുവോ പാപ്പച്ച? അരിക്കൊമ്പം വരെ വീഴും. വീണാ മതി. വലുതാക്കി അങ്ങ് ഇറക്ക്. ഈ നീളം മതിയോ? ആ,